നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടിയ കോൺഗ്രസിനും UDF-നും കനത്ത പ്രഹരം നൽകാൻ BJP. നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെ പാർട്ടിയിൽ നിന്നും അടർത്തി മാറ്റി BJP-യിലേക്ക് എത്തിക്കാനുള്ള നീക്കം പാർട്ടി സജീവമാക്കിയിട്ടുണ്ട്. നിലവിൽ തരൂരിന്റെ ഇന്ദിരാ വിരുദ്ധ ലേഖനത്തിനെതിരെ പാർട്ടിയിൽ കനത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. എന്നാൽ മറ്റ് നടപടികളിലേക്ക് കടക്കാതെ തരൂരിനെ അവഗണിക്കാനാണ് AICC തീരുമാനം. അദ്ദേഹത്തിനെതിരായ പരസ്യ പ്രസ്താവനകളും കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ BJP ക്യാമ്പിലേക്ക് എത്തിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് കേരളത്തിലെ BJP നേതാക്കൾ നടത്തുന്നത്. അങ്ങനെ വന്നാൽ നിലവിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുള്ള മേൽക്കൈ ഇല്ലാതാകുമെന്ന് അവർ കരുതുന്നു. ശശി തരൂരിനെ രാജിവെപ്പിച്ച് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി നിഷ്പക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് BJP-യുടെ തീരുമാനം. അതിന്റെ ആദ്യപടിയായിരുന്നു തരൂരിന്റെ ഇന്ദിരാ വിമർശനമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. തരൂർ രാജിവെച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിച്ച് കയറാമെന്നും അതുവഴി കോൺഗ്രസിനെ തറപറ്റിക്കാമെന്നുമാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും വിഷയത്തിൽ ജാഗരൂകരാണ്. തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാനത്തെ ഒരു നേതാവിനും യോജിപ്പില്ല. മുൻപ് MK രാഘവൻ MP അടക്കമുള്ളവർ തരൂരിനെ മുൻനിർത്തി ഒരു ഗ്രൂപ്പ് രൂപീകരണത്തിന് ശ്രമിച്ചിരുന്നു. പത്തനംതിട്ട മുൻ DCC അധ്യക്ഷനായ മോഹൻരാജ് അടക്കമുള്ള നിരവധി പ്രമുഖരും ഈ നീക്കത്തിന് ഒപ്പമുണ്ടായിരുന്നു. K. സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന കാലയളവിൽ സുധാകരന്റെ പക്ഷത്തെ പല നേതാക്കളും തരൂരിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ MK രാഘവൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ കൈവിട്ടുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ശശി തരൂരിന്റെ രാജി മൂലം ഉണ്ടാകാൻ ിടെയുള്ള ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് ത്യാഗം സഹിച്ചും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്ന സന്ദേശം കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഡു ഓർ ഡൈ പോരാട്ടം എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി പറയുകയും ചെയ്തിരുന്നു. പരാജയപ്പെട്ടാൽ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാകില്ല എന്നും അസ്തിത്വം നഷ്ടപ്പെടുമെന്നും കോട്ടയത്ത് നടന്ന KPCC DCC ഭാരവാഹി യോഗത്തിൽ ദീപാദാസ് മുൻഷി സൂചിപ്പിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന ആവേശം വീണ്ടെടുക്കണമെന്നും 2026-ൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിരുന്നു.